എന്തായാലും മന്ത്രിമാരടക്കം ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നു. അവിടെ നിന്ന് ഡൽഹിയിൽ നിന്ന് രാകേഷ് നൽകുന്ന വിവരങ്ങൾ അനുസരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെന്റിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. 10:20 കഴിഞ്ഞിരിക്കുന്നു. 10:30ക്കാണ് കേന്ദ്ര ക്യാബിനറ്റ് ചേരുന്നത്. അതൊരു ടെക്നിക്കലായ മീറ്റിംഗ് മാത്രമാണ്, ഒരു സാങ്കേതികത്വം മാത്രമാണ്. അതിന്റെ ഭാഗമായി വളരെ പെട്ടെന്ന് തന്നെ ബജറ്റിന് അനുമതി നൽകും. പിന്നീട് പാർലമെന്റിൽ ബജറ്റ് അവതരണത്തിനുള്ള സമയമാണ്. 11 മണിക്ക് കൃത്യം ബജറ്റ് അവതരിപ്പിക്കും. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏറ്റവും അധികം നീണ്ടു നിന്നിട്ടുള്ള ബജറ്റ് പ്രസംഗം നടത്തിയിട്ടുള്ളതും നിർമ്മല സീതാരാമൻ തന്നെയാണ് എന്നതും എടുത്തു പറയേണ്ടതാണ്. ഒരു വനിത എന്ന നിലയിൽ ഏറെ അഭിമാനകരമായ നേട്ടം ആണ് നിർമ്മല സീതാരാമൻ്റേത്. പ്രത്യേകിച്ച് 8 ബജറ്റുകൾ ആണ് ധനമന്ത്രി അവതരിപ്പിക്കുന്നത്. 8ാമത്തെ ബജറ്റ് അവതരണത്തിന് തയ്യാറെടുക്കുന്നു. ഏറ്റവും ദൈർഘ്യമേറിയ ബജറ്റ് പ്രസംഗം നടത്തിയതും നിർമ്മല സീതാരാമൻ തന്നെയാണ്. 11 മണിക്ക് ആരംഭിക്കുന്ന ബജറ്റ് പ്രസംഗം എന്തായാലും 1 മണിയോടുകൂടി പൂർത്തിയാകും എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. ഓരോ ബജറ്റ് പ്രസംഗത്തിനും പ്രത്യേകമായ ദൈർഘ്യം തന്നെ ആണ് ഉള്ളത്. അത് നമുക്ക് കൃത്യമായി അനുമാനിക്കാൻ ഈ ഘട്ടത്തിൽ സാധിക്കില്ല. മനു ഭരത് തുടരുന്നുണ്ട്. മനു, കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഓരോ ബജറ്റും ഏറെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് നോക്കിക്കാണുന്നത്. കേരളം നിരവധിയായ ആവശ്യങ്ങൾ കാലങ്ങളായി മുന്നോട്ട് വയ്ക്കാറുണ്ട്. പക്ഷേ പലപ്പോഴും നമുക്കറിയാം കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയവും കേന്ദ്രത്തിൻ്റെ രാഷ്ട്രീയവും അത് വിരുദ്ധമായ രാഷ്ട്രീയം ആണ്. എങ്കിൽ പോലും ഫെഡറൽ സംവിധാനത്തിന് കീഴിൽ വരുമ്പോൾ എല്ലാ സംസ്ഥാനങ്ങൾക്കും പരിഗണനകൾ നൽകാറുണ്ട്. അവിടെ ചില തെരഞ്ഞെടുപ്പ് പോലെയുള്ളവയെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള നീക്കങ്ങൾ നടക്കാറുണ്ട്. കഴിഞ്ഞ ബജറ്റിൽ തന്നെ ആന്ധ്രാപ്രദേശിന് അടക്കം വാരിക്കോരി, ബീഹാറിൻ്റെ ഉൾപ്പെടെ വാരിക്കോരിയുള്ള പാക്കേജുകളും പദ്ധതികളും നൽകുമ്പോൾ അതൊക്കെ ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൻ്റെ കൂടി ഭാഗമായിട്ടാണ് എന്ന് വിലയിരുത്തപ്പെടാറുണ്ട്. അതൊക്കെ യാഥാർത്ഥ്യമാണ്, മാറ്റിവെക്കാവുന്ന ഒന്നല്ല. നിലവിലിപ്പോൾ കേരളത്തിൽ നിന്ന് BJPക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു MP കൂടി ഉണ്ട് എന്നതാണ് വസ്തുത. കേരളത്തിൻ്റെ ആവശ്യങ്ങൾ എന്ത് എന്നതിന് MP-മാരുടെ യോഗം വിളിച്ചില്ല എന്ന് കോൺഗ്രസ് MP-മാർ അടക്കം ആക്ഷേപം പറയുന്നുണ്ട്. എന്നാൽ 24,000 കോടി രൂപയുടെ പാക്കേജ് ആണ് കേന്ദ്രത്തോട് കേരളം ആവശ്യപ്പെട്ടിട്ടുള്ളത്. വയനാടിന് ആശ്വാസം നൽകണമെന്നത് മാസങ്ങളായി കേരളത്തിൻ്റെ ആവശ്യവുമാണ്. ഇത്തരം വിഷയങ്ങളിലടക്കം കേരളം പുലർത്തുന്ന പ്രതീക്ഷ എന്താണ്? മറ്റു വിവരങ്ങൾ. അഭിലാഷ്, ഒരു ബജറ്റ് പ്ലാൻ ചെയ്യുമ്പോൾ സ്വാഭാവികമായും നമുക്ക് ഒരു സംസ്ഥാനം എന്ന നിലയിൽ ചില താല്പര്യങ്ങൾ മുന്നോട്ട് പറയാൻ കഴിയും. കേന്ദ്രം ഒരു സർക്കാർ ആണ് ബജറ്റ് അവതരിപ്പിക്കുന്നതെന്നുകൊണ്ട് അവരുടെ താല്പര്യങ്ങളും അവിടെ ഉണ്ടാകും. 2 താല്പര്യങ്ങൾ തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടൽ ബജറ്റിൽ ഉണ്ടാകും എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഒരു സാമ്പത്തിക വൈദഗ്ധ്യത്തോടുകൂടി ബജറ്റിനെ നിരീക്ഷിക്കുമ്പോൾ നമുക്ക് അതിലെപ്പോഴും നമ്മൾ ഊന്നൽ നൽകുക ഏറ്റവും പിന്നോക്കമായി കിടക്കുന്ന പ്രദേശങ്ങളിലെ ഒരു ഉന്നമനത്തിനായിരിക്കും എപ്പോഴും ഒരു ബജറ്റ് എന്ന നിലയിൽ പ്ലാൻ വയ്ക്കുമ്പോൾ കൂടുതൽ ഫോക്കസ് കിട്ടുക. അപ്പോൾ കേരളം നമ്മുടെ ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ പലപ്പോഴും മുന്നിൽ നിൽക്കുന്ന പല ജീവിത നിലവാരത്തിലും യാത്രാ സൗകര്യത്തിലും ഇൻഫ്രാസ്ട്രക്ചർ വികസനത്തിലും ഒക്കെ കുറേ കൂടി പശ്ചാത്തല സൗകര്യത്തിലൊക്കെ മുന്നിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനം എന്ന ഒരു പ്രശ്നം ഉണ്ട്. അപ്പം നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, നമ്മളുടെ കാര്യക്ഷമതയ്ക്ക് നമ്മൾ ചില തിരിച്ചടികൾ നേരിടുന്നുവെന്ന്. അത് നമ്മുടെ ധനകാര്യ സംവിധാനത്തിൻ്റെ കൂടി ഒരു പ്രശ്നമാണ്. ഇപ്പോൾ സമ്പന്നരെ ടാക്സ് ചെയ്യുന്നു. അപ്പോൾ സ്വാഭാവികമായും സമ്പന്നരായതുകൊണ്ടാണ് ഞങ്ങൾ ടാക്സ് ചെയ്യുന്നതെന്ന് വേണമെങ്കിൽ അവർക്ക് പറയാം. പക്ഷേ ഒരു നികുതി ഘടന ഉണ്ടാക്കുമ്പോൾ സമ്പന്നർക്ക് കൂടുതൽ നികുതിയും അത് കൂടുതൽ സാമ്പത്തിക ശേഷി കുറഞ്ഞ ആളുകൾക്ക് നൽകാനുള്ള ഒരു സംവിധാനത്തെയാണ് നമ്മൾ ബജറ്റ് വഴി ലക്ഷ്യം വയ്ക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും പണം ഉള്ള ആളുകളിൽ നിന്ന് അവർക്ക് പണം നഷ്ടമാകും. പണം ഇല്ലാത്ത ആളുകളിലേക്ക് അത് എത്തിക്കാനൊക്കെയുള്ള ഒരു ശ്രമമുണ്ടാകും. ഇവിടെ വികസനത്തിൻ്റെ കാര്യത്തിലും സമാനമായ രീതി അതുതന്നെയാണ്. അപ്പോൾ കൂടുതൽ പശ്ചാത്തല സൗകര്യം, വിദ്യാഭ്യാസം, ആരോഗ്യം ഇതിലൊക്കെ മുന്നിട്ട് നിൽക്കുന്ന കേരളത്തിന് സ്വാഭാവികമായും ബജറ്റിൽ വലിയ പ്രതീക്ഷ ഇല്ലാതെ പോകുന്നത് നമ്മുടെ കാര്യക്ഷമത കൊണ്ട് തന്നെയാണ്. അപ്പോൾ നമ്മൾ സാധാരണ പറയാറുണ്ട്, ടാക്സ് ഈസ് എ ഫൈൻ ഫോർ ദ റിച്ച് ആൻഡ് ഫൈൻ ഈസ് എ ടാക്സ് ഫോർ ദ പുവർ എന്ന്. അതായത് പാവപ്പെട്ടവരെ നിന്ന് പണം വാങ്ങിക്കാൻ ഫൈനുകൾ കൂടുതൽ ഈടാക്കുകയും പണക്കാരിൽ നിന്ന് കൂടുതൽ വരുമാനം കിട്ടാൻ ടാക്സ് ഈടാക്കുകയും ചെയ്യുന്നു എന്നത് ഒരു എക്കണോമിക്സിലെ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. അപ്പോൾ ഇത് ഈ കേരളത്തിന് ബാധകമോ? പക്ഷേ ഇവിടെ ചില പ്രാഥമികമായ ആവശ്യങ്ങളുണ്ട് 2 ഭാഗത്തിനും വിജയിക്കാൻ കഴിയുന്നു. ഒന്ന്, ഇപ്പോൾ വന്ദേ ഭാരത് പോലുള്ള തീവണ്ടികൾ നമ്മളെടുത്താൽ കേരളത്തിൽ അത് നല്ല രീതിയിൽ അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാൻ സർക്കാരിന് കഴിയും.
കാരണം സീറ്റുകൾ ആവശ്യത്തിന് ഇല്ല. വന്ദേ ഭാരതിൻ്റെ ആവശ്യകത കൂടുതലാണ്. ട്രെയിനിനെ കൂടുതലായി ആശ്രയിക്കുന്നവരാണ് മലയാളികൾ. മറ്റ് പല സ്ഥലത്തും ഇപ്പോൾ ബീഹാറിൽ അഭിലാഷ് യാത്ര ചെയ്താൽ നമുക്ക് മനസ്സിലാവും വന്ദേ ഭാരത് ടിക്കറ്റുകൾ ഈസിലി അവൈലബിൾ ആണ്. അവിടെ ട്രെയിനുകൾ കേരളത്തിൻ്റെ അത്ര തിരക്കിൽ വന്ദേ ഭാരത് ഇല്ല. അപ്പോൾ കൂടുതൽ വന്ദേ ഭാരത് പോലുള്ള സംവിധാനങ്ങൾ കൊണ്ടുവരിക, നമ്മുടെ കോസ്റ്റൽ സംവിധാനത്തെ തീർച്ചയായും 100%-ലധികം ടിക്കറ്റ് ബുക്കിംഗ് വരുന്ന സംസ്ഥാനമാണ്. വന്ദേ ഭാരത് പോലെയുള്ള ട്രെയിനിന് നിലവിലെ സീറ്റിന്റെ കപ്പാസിറ്റിയേക്കാൾ കൂടുതൽ ആളുകൾ ടിക്കറ്റ് ആവശ്യപ്പെടുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് കേരളം. കേരളത്തിന്റെ റെയിൽ വികസനത്തിന് എന്ത് എന്നതും പ്രധാനപ്പെട്ടതാണ്. നേരത്തെ റെയിൽവേ ബജറ്റ് പ്രത്യേകം അവതരിപ്പിച്ചിരുന്നു. എന്നാൽ പിന്നീട് അത് മാറ്റുകയും റെയിൽവേ ബജറ്റും പൊതു ബജറ്റും ഒന്നാക്കുകയും ചെയ്ത പശ്ചാത്തലം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ റെയിൽവേ മേഖലയ്ക്ക് എന്ത് പ്രഖ്യാപനങ്ങൾ കൂടി ഉണ്ടാകും എന്നതും ഈ ബജറ്റിൽ തന്നെയാണ് വ്യക്തമാവുക. തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം.